ഈ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള സാമൂഹ്യ രംഗത്തെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് അദ്ദേഹത്തിന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർച്ചയായും മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയെ തേടി പത്മഭൂഷൺ എത്തുന്നു. ഒപ്പം VS അച്യുതാനന്ദനെ തേടി പത്മവിഭൂഷൺ എത്തുന്നു. വെള്ളാപ്പള്ളി നടേശനെ തേടി പത്മഭൂഷൺ എത്തുന്നു. P നാരായണനും പത്മവിഭൂഷൺ പുരസ്കാരമുണ്ട്. നിലയിൽ കേരളത്തിന് വലിയ അഭിമാന നേട്ടങ്ങൾ എന്ന രീതിയിൽ തന്നെ അതിനെ പറയാവുന്നതാണ്. ഒരുപക്ഷെ വെള്ളാപ്പള്ളിയുടെ പുരസ്കാര നേട്ടമായിരിക്കണം കുറെ കൂടി ചർച്ചയാകാൻ പോകുന്നത്. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ സുമോദ്, നമുക്കറിയാവുന്നത് പോലെ തന്നെ വലിയ നെഗറ്റീവ് ഇമേജിലൂടെ അദ്ദേഹം കടന്നു പോകുന്ന ഒരു ഘട്ടമുണ്ട്. വിവാദങ്ങളാൽ നിറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ കാല സംഭവ വികാസങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിദ്വേഷ പരാമർശങ്ങൾ. അതിനിടയിലാണ് അദ്ദേഹത്തെ ഈ പത്മഭൂഷൺ പുരസ്കാരത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരിക്കുന്നത്. ആ പരിഗണനയെ എങ്ങനെ കാണേണ്ടി വരും? അത് ഏത് രീതിയിൽ ചർച്ചയാകാനിടയുണ്ട്? ഈ വെള്ളാപ്പള്ളി നടേശന് ലഭിച്ചിരിക്കുന്ന ഈ പത്മഭൂഷൺ പുരസ്കാരം വലിയ തരത്തിലുള്ള കേരളത്തിൽ ചർച്ചയാകാൻ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. കാരണം സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് നൽകുന്നതാണ്. സമൂഹത്തെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന വ്യക്തിത്വങ്ങൾക്കാണ് സാധാരണ ഈ പത്മ പുരസ്കാരങ്ങൾ നൽകാറുള്ളത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വെള്ളാപ്പള്ളി നടേശൻ്റെ സമീപകാലത്തെ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷ പ്രസ്താവനകളാണ് അദ്ദേഹം കൂടുതലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും അദ്ദേഹം വിഭജന തരത്തിലുള്ള ഒരു പ്രസ്താവനകളാണ് നടത്തുന്നത് എന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകിയിരിക്കുന്നത്. അതായത് ഈ ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് എതിരായിട്ടുള്ള പ്രസ്താവനകളാണ് പലപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും പല BJP നേതാക്കന്മാരും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ട് അവരുടെ പ്രസ്താവനകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്താവനകൾ തന്നെയാണ് പലപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു പ്രസ്താവനകൾ നടത്തിയാൽ പോലും തങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെ തങ്ങൾ അംഗീകരിക്കും, തങ്ങളോടൊപ്പം നിർത്തും എന്നുള്ള ഒരു രീതി തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളാപ്പള്ളി നടേശനെയും മമ്മൂട്ടിയെയും മലയാളത്തിന് മികച്ച സംഭാവനകൾ നൽകിയ ലോക സിനിമയിലേക്ക് മലയാളത്തിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന മമ്മൂട്ടിയെ പോലുള്ള മഹാനടൻ്റെ ഒപ്പം തന്നെ ഈ വെള്ളാപ്പള്ളി നടേശന് കൂടി പത്മഭൂഷൺ നൽകിയതിൽ വലിയ തരത്തിലുള്ള ചർച്ചയായി ഇപ്പോൾ തന്നെ ഇതിനകം തന്നെ ഉയർന്നിരിക്കുന്നത്. VSന്റെ മരണാനന്തര ബഹുമതിയാണ് വലിയ ശ്രദ്ധേയമായ നേട്ടം. ഒരുപക്ഷെ അത് CPM കേന്ദ്രങ്ങൾ പോലും പ്രതീക്ഷിച്ചു കാണില്ല. VS അച്യുതാനന്ദൻ നിശ്ചയമായി മരണാനന്തര ബഹുമതി എന്ന രീതിയിൽ നിശ്ചയമായി VS അത് അർഹിക്കുന്നുണ്ട്. താനും അദ്ദേഹം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ്. അതിനൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാജ്യത്ത് തന്നെ വലിയ സംഭാവനകൾ നൽകിയ ഒരു മഹാനായ നേതാവും കൂടിയാണ്. അപ്പോൾ VSനെ എങ്ങനെയായിരിക്കും കേന്ദ്രം ഇതിനായി പരിഗണിച്ചിട്ടുണ്ടാവുക സുമോദ്? ഈ പൊതുരംഗത്ത് നൽകിയിരിക്കുന്ന സംഭാവനകൾ മുൻനിർത്തി തന്നെയാണ് VS അച്യുതാനന്ദന് ഈ പത്മഭൂഷൺ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പായിട്ട് തന്നെയായിരുന്നു മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന നൽകിയിരുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഈ പൊതുരംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, തൊഴിലാളി മേഖലയിലെ പ്രവർത്തനം, പാർട്ടിയിലെ പ്രവർത്തനം, അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം, കർഷകർക്ക് വേണ്ടിയുള്ള പോരാട്ടം, കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പോരാട്ടം, ഒരു വലിയ സമൂഹത്തിനെ മുഖ്യധാരയിലേക്ക് ഉയർത്താനും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധവൽക്കരിക്കാനും ചെയ്ത അവരോടൊപ്പം നിൽക്കുകയും ചെയ്ത ഒരു നേതാവ് കൂടിയാണ് VS അച്യുതാനന്ദൻ. മാത്രമല്ല, സ്വാതന്ത്ര്യ സമര പോരാളി, പുന്നപ്ര വയലാർ സമരത്തിന് നെടുനായകത്വം വഹിച്ച ഒരു പോരാളി, സമരനായകൻ എന്നുള്ള ഒരു വലിയ തരത്തിലുള്ള ഒരു പരിഗണന കൂടി VS അച്യുതാനന്ദൻ ലഭിക്കുകയാണ്. അങ്ങനെ കേരളത്തിൻ്റെ ഒരു വലിയ മാറ്റത്തിന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്തും പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം പരിസ്ഥിതിക്ക് വേണ്ടി, മണ്ണിന് വേണ്ടി, മനുഷ്യന് വേണ്ടി നടത്തിയ വലിയ യുദ്ധങ്ങൾ, വലിയ പോരാട്ടങ്ങൾ, ഇതിനുള്ള ഒരു അംഗീകാരം കൂടിയായിട്ടാണ് VS അച്യുതാനന്ദൻ ഇപ്പോൾ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിക്കുന്നത്. നിശ്ചയമായും സുമോദ് സൂചിപ്പിച്ചതുപോലെ മണ്ണിനും മനുഷ്യനും വേണ്ടി പൊരുതിയ ഇന്നലെകൾ VSനെ ഓർക്കുമ്പോൾ അതെല്ലാം കടന്നു വരുന്നുണ്ട്. ഈ സമയം പത്മവിഭൂഷൺ അദ്ദേഹത്തെ തേടിയെത്തുന്നു. മരണാനന്തര ബഹുമതി എന്ന രീതിയിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി എന്ന VSനേക്കാൾ കൂടുതൽ നമ്മുടെ ഓർമ്മകളിലുള്ളത് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VS അച്യുതാനന്ദനെയാണ്. അപ്പോൾ പ്രകൃതിക്ക് വേണ്ടി, പരിസ്ഥിതിക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി, ആ അരികുവൽക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി, ആ രീതിയിലൊക്കെ
VS നടത്തിയ പോരാട്ടങ്ങൾ അതൊക്കെ അംഗീകരിച്ചു കൊണ്ടാവണം വൈകിയാണെങ്കിലും അദ്ദേഹത്തെ തേടി വലിയൊരു മരണാനന്തര ബഹുമതി എന്ന രീതിയിൽ തന്നെയെങ്കിലും അദ്ദേഹത്തെ തേടി ഒരു പുരസ്കാരം എത്തിയിരിക്കുന്നത്. ഒപ്പം വെള്ളാപ്പള്ളി നടേശന്റെ ഈ പുരസ്കാര ലബ്ധി, ഈ നേട്ടം, അത് നിശ്ചയമായും വലിയ വിവാദങ്ങൾക്കിടയാകാൻ, വലിയ ചർച്ചകൾക്ക് വഴിവെക്കാൻ സാധ്യതയുള്ള ഒന്ന് തന്നെയാണ്. ഈ പുരസ്കാര പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ എന്തിന് വെള്ളാപ്പള്ളി നടേശനെ ഇപ്പോൾ പരിഗണിച്ചു എന്ന ചോദ്യം ഉയരുന്നുണ്ട്.